ട്രംപ് മോദി കൂടിക്കാഴ്ച പൊലിയുന്നത് ചൈനയുടെ സ്വപ്നമോ കോളടിക്കുന്നത് ഇന്ത്യക്കായിരിക്കുമോ? പരിശോധിക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയായ IMEC. ഈ പദ്ധതിയിൽ നിർണായക തീരുമാനങ്ങൾ ഉടനുണ്ടാകുമെന്നാണ് സൂചന ലഭിക്കുന്നത്. നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ 12-13 തീയതികളിൽ US വെച്ച് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിലായിരിക്കും പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കുന്നത്. അദാനി ഗ്രൂപ്പാണ് IMEC പദ്ധതിയുടെ പ്രധാന പങ്കാളി. ഇതുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, സാമ്പത്തിക സഹകരണം, കുടിയേറ്റം എന്നീ വിഷയങ്ങളിലും ട്രംപ് മോദി ചർച്ച നടന്നേക്കും. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിൽ ട്രംപിന്റെ പ്രതികരണം നിർണായകമാകും. വ്യാപാരം, പ്രതിരോധം, ഇന്തോ പസഫിക് മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകളും ഉണ്ടാകും. അതോടൊപ്പം BRI പദ്ധതിക്ക് ബദലായി IMEC പദ്ധതിയെ ഉയർത്തിക്കാട്ടാനാണ് നീക്കം. മിഡിൽ ഈസ്റ്റ് വഴി ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് IMEC. ഇന്ത്യ, UAE, സൗദി അറേബ്യ, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന 4500 കിലോമീറ്റർ വ്യാപാര പദ്ധതിയാണ് IMECയുടെ പ്രത്യേകത. പദ്ധതിയുടെ ഭാഗമായി പുതിയ തുറമുഖങ്ങൾ, റെയിൽപാതകൾ, ഊർജ്ജ പദ്ധതികൾ എന്നിവയുടെ നിർമ്മാണമാണ് ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. അതേസമയം ഫ്രാൻസ് US സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തന്നെ പുറപ്പെടും. വൈകിട്ട് പാരീസിലെത്തുന്ന മോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. നാളെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ശേഷം മാക്രോണുമായും വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. റാഫേൽ യുദ്ധവിമാനം, സ്കോർപിയോൺ അന്തർവാഹിനി ഇടപാടുകൾ ചർച്ചയുടെ ഭാഗമായിരിക്കും. സുപ്രധാന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. 12 രാവിലെ ഇരു നേതാക്കളും തെക്കൻ ഫ്രാൻസിലെ മാർസയിലേക്ക് തിരിക്കും. അവിടെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനവും ചെയ്യും. പ്രശസ്തമായ മാർസെയിൽ യുദ്ധസ്മാരകവും മോദി സന്ദർശിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യക്കാർക്ക് ആദരവും അർപ്പിക്കും. ഇന്ത്യ പങ്കാളിയായ അന്താരാഷ്ട്ര തെർമോന്യൂക്ലിയർ പരീക്ഷണ റിയാക്ടറും മോദി സന്ദർശിക്കും. ശേഷമാണ് 12-13 തീയതികളിൽ US സന്ദർശിക്കുന്ന മോദി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതേസമയം അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയ വിവാദം കത്തിനിൽക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണെന്ന് തന്നെ പറയണം. മോദിയുടെ സന്ദർശനം ഇന്ത്യ-അമേരിക്ക ആഗോള തന്ത്രപ്രധാന ബന്ധത്തിന്റെ സൂചനയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് അറിയിച്ചിരുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അമേരിക്ക നാട് കടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ചട്ടപ്രകാരമാണ് സൈനിക വിമാനമിറങ്ങാൻ അനുമതി നൽകിയത്. അതോടൊപ്പം തന്നെ തിരിച്ചയക്കുന്നവരോട് മോശം പെരുമാറ്റം പാടില്ല എന്നത് അമേരിക്കയെ അറിയിച്ചിട്ടുമുണ്ട് എന്നും വിദേശകാര്യ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് മോദിയുടെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അമേരിക്ക ഇന്ത്യ അറിയിച്ചിരുന്നു. നാടുകടത്തൽ മാന്യമായ രീതിയിലായിരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇനി നാടുകടത്താനുള്ള 487 പേരിൽ 298 പേരുടെ വിവരങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരുന്നു. ഇവരെ ഉടൻ നാടുകടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതുവരെ അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരുമായി എത്തുന്ന വിമാനങ്ങൾക്ക് അനുമതിയുമില്ല.